നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. സന്തോഷകരവും സുഖകരവുമായ ഒരു ജീവിതത്തിന്, സക്സസ് ആയ ഒരു ജീവിതത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നാം ഈ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മളെ പിന്നിലോട്ട് വലിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല. നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരുപാട് ആളുകൾ ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ ഒരുപാട് അടയാളപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. നമ്മുടെ ഏതെങ്കിലും അംഗവൈകല്യങ്ങളോ നമ്മുടെ ശാരീരിക കുറവുകളോ അല്ല. കാരണം ബെഡിൽ നിന്ന് എണീക്കാൻ കഴിയാത്ത ആളുകൾ പോലും ലോകത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ മറ്റു സാഹചര്യങ്ങളോ അല്ല. കാരണം നമ്മളെക്കാൾ മോശം കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളുകൾ, മോശമായ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് വന്ന ആളുകൾ ലോകത്ത് പ്രഗത്ഭരായിട്ടുണ്ട്. വലിയ വലിയ ബിസിനസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളായിട്ടുണ്ട്. അപ്പൊ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല. നമ്മുടെ വിദ്യാഭ്യാസത്തെക്കാൾ, നമ്മുടെ ശാരീരിക കുറവുകളെക്കാൾ, നമ്മുടെ സാമ്പത്തികാവസ്ഥയേക്കാൾ, നമ്മുടെ ജീവിത ചുറ്റുപാടുകളെക്കാൾ ഒക്കെ ശക്തമായ രീതിയിൽ നമ്മളെ പിറകോട്ട് വിളിക്കുന്ന ഒന്നുണ്ട്. അതാണ് ആത്മവിശ്വാസം. ഇതിനേക്കാളെല്ലാം മുകളിൽ നിൽക്കുന്ന ഒന്ന്. ഏതു സാഹചര്യത്തിലുള്ള ആളുകൾക്കും മുന്നോട്ടു ഗമിക്കാൻ, മുന്നോട്ടു കുതിക്കാൻ സഹായിക്കുന്ന ഒന്ന് ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം നാം നേടിയെടുത്താൽ മറ്റു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും, മറ്റു നമ്മുടെ എല്ലാ കുറവുകൾക്കും പരിഹാരമാകും. അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ വിജയിക്കണം, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ലക്ഷ്യം കരഗതമാക്കണം, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തണമെന്ന് നമുക്കുണ്ട് എങ്കിൽ നാം കരഗതമാക്കേണ്ട ഒരു സ്കില്ല് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തോടുകൂടി നിലനിൽക്കാൻ, ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കാൻ, ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ, ഏതു സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അങ്ങനെയുള്ള കുറച്ചു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഐഡന്റിഫൈ ആൻഡ് ചലഞ്ച് നെഗറ്റീവ് ടോക്സ്. നമ്മൾ എല്ലാ സമയത്തും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും പുറകോട്ട് വലിക്കുന്നത് നാം നമ്മളോട് തന്നെ പറയുന്ന നെഗറ്റീവ് ടോക്സ് ആണ്, ആത്മവിചാരങ്ങളാണ്. നമ്മൾ ആത്മവിചാരം നടത്തുന്നത് എല്ലാ സമയത്തും എനിക്കതിന് കഴിയില്ല, എന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല, എൻ്റെ കുടുംബ പശ്ചാത്തലം അതിന് പറ്റിയതല്ല, എൻ്റെ സാമ്പത്തിക സ്ഥിതി അതിന് പറ്റിയതല്ല, എൻ്റെ വിദ്യാഭ്യാസം അതിന് പറ്റിയതല്ല എന്ന രീതിയിൽ നാം എല്ലാ സമയത്തും നമ്മൾ വിചാരിക്കുന്നത്, ആത്മവിചാരം നടത്തുന്നത്, നമ്മളോട് തന്നെ പറയുന്നത് ഒന്നിനും കഴിയില്ല, അതിനുള്ള സാഹചര്യമില്ല എന്നാണ്. ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ അങ്ങനെ കഴിയില്ല, സാഹചര്യം മോശമാണ് എന്ന് നാം ആത്മവിചാരം നടത്തുന്നത് എന്നതിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ചലഞ്ച് ചെയ്യാൻ നാം പഠിക്കണം. നെഗറ്റീവ് തോട്ട്സിന് പകരം, നെഗറ്റീവ് സെൽഫ് ടോക്കിന് പകരം നാം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരണം, പോസിറ്റീവായിട്ടുള്ള ആത്മവിചാരം കൊണ്ടുവരണം, പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് കൊണ്ടുവരണം. അങ്ങനെ നാം ആ നെഗറ്റീവ് ടോക്കിനെ, ആ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ മറികടക്കാനുള്ള ശ്രമം നടത്തണം. എന്നിട്ട് ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്സ്. നമ്മുടെ കഴിവുകൾ, നമുക്കൊരുപാട് കഴിവുകളുണ്ട്. ഓരോ മനുഷ്യനും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ നൽകിക്കൊണ്ടാണ് ഈ പ്രപഞ്ചം, സൃഷ്ടാവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുക, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രവർത്തിച്ച് നമുക്ക് വിജയം കരഗതമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ കഴിവുകളാണ് നമുക്കുള്ളത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നെഗറ്റീവുകളെയും നമ്മുടെ മറ്റു കുറവുകളെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഏത് മേഖലയിലാണോ നമുക്ക്, ഏതു കാര്യത്തിലാണോ നമുക്ക് നല്ല കഴിവും നമ്മുടെ സ്ട്രെങ്തുമായി നിൽക്കുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുക. എന്നിട്ട് മൂന്നാമതായി നാം സെറ്റ് അച്ചീവബിൾ ഗോൾസ്. നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന, എത്രയും പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഗോളുകളെ നാം സൃഷ്ടിച്ചെടുക്കുക. ചെറിയ ചെറിയ ഗോളുകൾ നമുക്ക് മിനിറ്റുകൾ കൊണ്ട്, ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന, അച്ചീവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക. ഇതിന് സൈക്കോളജിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഒന്ന്, നാം രാവിലെ എണീറ്റ ഉടനെ തന്നെ ബെഡ് മേക്കിംഗ് നടത്തുക എന്നാണ്. നാം കിടന്നുറങ്ങിയ ബെഡും അതിന്റെ ബെഡ്ഷീറ്റും ഒക്കെ മടക്കി വെക്കുകയോ അല്ലെങ്കിൽ
വൃത്തിയോടുകൂടി അത് ബെഡ് മേക്കിംഗ് നടത്തുക എന്ന്, അതൊരു അച്ചീവ്മെന്റ് ആയി നാം എടുക്കുക. അങ്ങനെ 7 ദിവസത്തോളം നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് സ്വയം ഒരു ബോധ്യം വരും, ഞാനൊരു കാര്യത്തിന് തീരുമാനിച്ചാൽ അത് നടക്കുമെന്ന്. അതുപോലെ നാം വായന ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഡെയിലി ഞാൻ ഒരു പേജ് വായിച്ചിരിക്കും, ഒരു പുസ്തകത്തിന്റെ ഒരു പേജെങ്കിലും ഞാൻ വായിച്ചിരിക്കുമെന്ന്. അങ്ങനെ നമ്മൾ അത് ശീലമാക്കുമ്പോൾ നാം അത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്യാൻ കെൽപ്പുള്ളവനാണ് എന്ന ഒരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പ്രാക്ടീസ് സെൽഫ് കെയർ, നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ നാം തുടങ്ങുക. നമ്മുടെ ആരോഗ്യം, ശാരീരികമായിട്ടുള്ള ആരോഗ്യം, നമ്മുടെ ഇമോഷണൽ ആരോഗ്യം, നമ്മുടെ മെന്റൽ വെൽബീയിങ്, ഇതിനെയൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക, അതിനെ എക്സസൈസ് ചെയ്യുക. നമ്മുടെ മെന്റൽ ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ മാനസികാവസ്ഥയെ നല്ല രീതിയിലാക്കുക. ഒരു ശാരീരിക ആരോഗ്യമുള്ള, ആരോഗ്യകരമായ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഉള്ള, ഒരു ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥയുള്ള ആളായി മാറാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് കണ്ടെത്തി അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. 5-ാമതായി ലേൺ ഫ്രം മിസ്റ്റേക്സ്. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ മിസ്റ്റേക്കുകൾ സംഭവിക്കുമെന്നും നമ്മൾ മനുഷ്യരാണ് എന്നും ഹ്യൂമൻ എറർ എന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ഒന്നാണ് എന്നും മാനുഷികമായിട്ടുള്ള തെറ്റുകൾ നമുക്ക് സംഭവിക്കുമെന്നും ആ തെറ്റുകളിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുകയും വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും അങ്ങനെ നാം ചെയ്ത് തെറ്റുകൾ വരുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാനുള്ള ശ്രമം, തെറ്റുവന്നതിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതിനു പകരം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും പാഠം പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ സമ്മാനിക്കുന്ന, ഒരുപാട് അറിവുകൾ സമ്മാനിക്കുന്ന ഒന്നാണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. 6-ാമത്തെ കാര്യം പ്രധാനമാണ്. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് ഇൻഫ്ലുവൻസ്. നമ്മളെ പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചുറ്റുപാടിനെ നാം സൃഷ്ടിച്ചെടുക്കുക. അതിന് നമ്മുടെ കൂട്ടുകാരെ ആ രീതിയിലുള്ള കൂട്ടുകാരാക്കുക, നമ്മുടെ ബന്ധങ്ങളെ ആ രീതിയിലുള്ള ബന്ധങ്ങളാക്കി മാറ്റുക. നമ്മളെ പോസിറ്റീവായി പ്രൊമോട്ട് ചെയ്യാൻ, നമ്മളെ പോസിറ്റീവായി മോട്ടീവ് ചെയ്യാൻ കഴിയുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ, ഒരു നെറ്റ്വർക്ക് നാം രൂപീകരിക്കുക. അതുപോലെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നെഗറ്റീവ് പീപ്പിൾസ് നമ്മളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ അവരെ പരമാവധി ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നാം ചെയ്യുക. ഒഴിവാക്കാൻ കഴിയാതെ നമ്മളോട് അത്രമേൽ അടുത്തു നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ, ബന്ധപ്പെട്ട ആളുകളാണ് എങ്കിൽ, അത് വീട്ടുകാരാകാം, കുടുംബക്കാരാകാം, അയൽവാസികളാകാം, ചുറ്റുവട്ടത്തുള്ള നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കൊളീഗ്സ് ആകാം. പക്ഷേ അവര് അങ്ങനെയാണ് പെരുമാറുക എന്ന് മനസ്സിലാക്കി അതിനെ ഉള്ളിലേക്ക് എടുക്കാതെ അവർക്ക് ചുറ്റും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ബൗണ്ടറി നാം സ്വയം സൃഷ്ടിച്ചെടുക്കുകയും ഒരു കവചം നാം ഉണ്ടാക്കുകയും അവർ പറയുന്ന ഓരോ നെഗറ്റീവ് കാര്യങ്ങളും ആ കവചത്തിൽ തട്ടി പുറത്തേക്ക് തിരിച്ചു പോകുക. നമ്മുടെ ഉള്ളിലേക്ക് ഒരിക്കലും അതിനെ ഒരു സീരിയസ് ആയി എടുക്കാതിരിക്കാൻ നാം പ്രാക്ടീസ് ചെയ്യുക. 7-ാമതായി നാം നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ ആൻഡ് അഫർമേഷൻസ്. മൈൻഡ്ഫുൾനെസ് എക്സസൈസുകൾ നാം പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, അതോടൊപ്പം പോസിറ്റീവ് സെൽഫ് ടോക്കുകൾ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്ന, നമ്മുടെ മനസ്സിനെ സ്റ്റേബിളാക്കുന്ന, നിലനിർത്തുന്ന, ശാന്തമാക്കുന്ന എക്സസൈസുകൾ നാം പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ നാം പ്രാക്ടീസ് ചെയ്യുക. പോസിറ്റീവ് അഫർമേഷൻസ്, നമ്മളുമായിട്ടുള്ള ആത്മവിചാരം പോസിറ്റീവാക്കുന്നതിന് വേണ്ടി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൂടുതൽ പോസിറ്റീവായ റൂട്ടിലേക്ക് തിരിക്കുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നാം ഡെയിലി റൊട്ടീനിന്റെ ഭാഗമാക്കുക. പോസിറ്റീവ് അഫർമേഷനെയൊക്കെ കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, ആവശ്യക്കാർക്ക് അത് കാണാം. നമ്മുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കാൻ 8-ാമതായി നാം ചെയ്യേണ്ടത് സീക്ക് ഔട്ട് ന്യൂ ചലഞ്ചസ്. അതായത് പുതിയ ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ, റിസ്ക് ഉള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നാം തയ്യാറാകുക. റിസ്ക് എടുക്കാൻ കെൽപ്പുള്ള ഒരാളായി നാം മാറുക. റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്താൻ കഴിയുകയുള്ളൂ. നമ്മുടെ ലക്ഷ്യങ്ങളെ
അച്ചീവ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ സുഖകരമായ ഒരു അവസ്ഥയിൽ നിലനിൽക്കുന്നതിനു പകരം ചെറിയ ചെറിയ റിസ്കുകൾ എടുക്കാൻ നാം തയ്യാറാക്കുക. അങ്ങനെ ആ ചെറിയ ചെറിയ റിസ്കുകൾ എടുത്ത് നാം വിജയിക്കുമ്പോൾ വലിയ റിസ്കുകൾ എടുക്കാനും വലിയ വിജയങ്ങൾ കരഗതമാക്കാനുമുള്ള ഒരു മോട്ടിവേഷൻ അതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഒരു കോൺഫിഡൻസ് അതിൽ നിന്ന് നമുക്ക് ലഭിച്ചു തുടങ്ങും. അങ്ങനെ ചെറുതിൽ തുടങ്ങി വലിയ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം നാം സ്വയം ബിൽഡ് ചെയ്തെടുക്കുക. 9ാമത്തെ കാര്യം, ലേൺ ടു അക്സെപ്റ്റ് കോംപ്ലിമെന്റ്സ്. നല്ല നല്ല കോംപ്ലിമെന്റ്സുകൾ ആളുകൾ തരുമ്പോൾ അത് സ്വീകരിക്കാൻ, അത് വാക്കുകൊണ്ടാകാം, അല്ല എങ്കിൽ മറ്റു ഏതെങ്കിലും രീതിയിലാകാം, അതിനെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കാൻ, സന്മനസ്സോടുകൂടി സ്വീകരിക്കാൻ നാം പഠിക്കുക. അല്ലാതെ ആരെങ്കിലും നമ്മളെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയുമ്പോൾ ആ ഒരു രീതിയിലല്ലാതെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നമ്മൾ അത് സ്വീകരിക്കാൻ, അത് നമുക്ക് നല്ല കോൺഫിഡൻസ് നൽകും, നല്ല മോട്ടീവ് നൽകും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം അതിലൂടെ നൽകും. അതുപോലെ തന്നെയാണ് തിരിച്ച് കോംപ്ലിമെന്റ് കൊടുക്കുന്നതും. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ കഴിയും. ആരെങ്കിലും നമുക്ക് നല്ല കോംപ്ലിമെന്റുകൾ തരികയാണ് എങ്കിൽ അത് സന്മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു രീതി നാം പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ചെറിയ ചെറിയ അച്ചീവ്മെന്റുകൾ. ആ അച്ചീവ്മെന്റുകൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ സ്വയം പ്രശംസിക്കുകയും നമ്മളോട് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്തല്ലോ, നമുക്കിതൊക്കെ കഴിയുമല്ലോ എന്ന രീതിയിൽ നമ്മൾ സ്വയം അപ്രിഷിയേറ്റ് ചെയ്യാൻ നാം ശ്രമിക്കുക. 10ാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഫോക്കസ് ഓൺ പ്രസന്റ് മൂമെന്റ്സ്. ഇന്നുള്ള കാര്യത്തെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ കഴിഞ്ഞു പോയ കാലത്ത് ഒരു പക്ഷേ നമ്മുടെ ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കും, നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിരിക്കും, നമ്മുടെ ഒരുപാട് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. അതിലൊന്നും റിഗ്രറ്റ് ആയി നിൽക്കാതെ, അതിലൊന്നും നമ്മൾ വെറുതെ സങ്കടപ്പെട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ഈ നിമിഷത്തെ പോലും കളയുന്ന രീതിയിൽ നിൽക്കാതെ, കഴിഞ്ഞത് കഴിഞ്ഞു പോയി, നമുക്കൊരിക്കലും ഈ കഴിഞ്ഞതിനെ തിരുത്താൻ കഴിയില്ല. ഈ പ്രസന്റ് മൂമെന്റിനെ മാത്രമാണ് നമുക്ക് തിരുത്താൻ കഴിയുക. ഈ പ്രസന്റ് മൂമെന്റിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുക. ഈ പ്രസന്റ് മൂമെന്റിൽ നാം ഉദ്ദേശിച്ച രീതിയിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പഴയ കാലത്തെക്കുറിച്ച്, കഴിഞ്ഞു പോയതിനെ കുറിച്ച് കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ, എന്തെങ്കിലും പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട് എങ്കിൽ അത് പഠിച്ച് ഈ പ്രസന്റ് മൂമെന്റിലെ നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനവും നല്ല രീതിയിലാക്കാൻ നാം ശ്രമിക്കുക. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് ഒരുപാട് വ്യാകുലതപ്പെട്ടത് കൊണ്ടും നമുക്ക് യാതൊരു കാര്യമില്ല. നമ്മുടെ പൊതുവായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാലം എങ്ങനെയായിരിക്കും, അല്ല എങ്കിൽ കഴിഞ്ഞു പോയ കാലം എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായി എന്നാലോചിക്കാതെ ഈ കാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം ഞാൻ എങ്ങനെ ബെറ്ററാക്കാൻ കഴിയും, ഈ നിമിഷം ബെറ്ററാക്കിയാലാണ് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ പറ്റാതിരിക്കുക. വരാനിരിക്കുന്ന കാലത്തെ ഞാൻ ആവലാതിപ്പെട്ടുകൊണ്ട് അതിനെ വ്യാകുലതപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, അതിനെക്കുറിച്ചോർത്ത് ടെൻഷൻ അടിച്ചാൽ ഈ നിമിഷം നമുക്ക് നന്നാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ നിമിഷം നന്നാക്കിക്കൊണ്ട് ഇതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നാം ജീവിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഈ 10 കാര്യങ്ങൾ വളരെ സിമ്പിളാണ്, ആലോചിച്ചാൽ വളരെ സിമ്പിളാണ്. ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള 10 കാര്യമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ട് പറയട്ടെ, ഒരുപാട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് വളരുന്നതായി, ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള മറ്റൊരു കാര്യവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.